പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ തീർത്തു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫിനിഷ് ചെയ്തു. ദെൻ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾസിനെ നമുക്കൊരു 3 പാർട്ടാക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഒരു പാർട്ട് ഡിലീറ്റഡ് പോർഷനാണ്, ഒരു പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിളിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കേസ് നമ്മൾ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ബേസ്ഡ് ആയിട്ടുള്ള മെയിൻലി 4 തിയറംസ് ആണ്. 4 തിയറംസ്. ഒന്ന് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ആൻഡ് കുറച്ച് പ്രോബ്ലം. ദെൻ കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, കുറച്ച് പ്രോബ്ലം. ആൻഡ് പൈത്തഗോറസ് തിയറം, കോൺവേഴ്സ് പൈത്തഗോറസ് തിയറം, ആൻഡ് സിമിലാരിറ്റി ഓഫ് സിമിലാരിറ്റി ക്രൈറ്റീരിയ ഫോർ ട്രയാങ്കിൾസ്. അങ്ങനെ ചെറിയ പാർട്ടാക്കിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. ഒരു ഏരിയ റിലേറ്റഡ് തിയറംസ് ഡിലീറ്റഡ് പോർഷനാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കുറച്ച് പാർട്സാക്കി ചെയ്താൽ മതി. ഒരു തിയറത്തിലൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് സിമിലർ ട്രയാങ്കിൾസിനെയൊക്കെ ഒരുപാട് കാറ്റഗറി 9th പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ, സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ, കോൺകറൻസ് ഓഫ് ട്രയാങ്കിൾ, അങ്ങനെയൊക്കെ ഒരുപാട് കേസ് പഠിച്ചതാണ്. ഇവിടെ നമുക്കൊരു തിയറംസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് തിയറമാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് എഴുതി വെക്കുക എല്ലാവരും സൈഡ് ഹെഡിങ്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഏതാ അടിയിൽ എഴുതി വെച്ചോളാം. ഇഫ് എ ലൈൻ ഈസ് drawn parallel to one side of a triangle to intersect the other two sides in distinct points. The other two sides are divided in the same ratio. അപ്പോൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരും. ദെൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതണം, പ്രൂഫ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു പ്രൂഫിന് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്, ഫിഗർ, കൺസ്ട്രക്ഷൻ, ടു പ്രൂവ് ആൻഡ് പ്രൂഫ്, അങ്ങനെ കാറ്റഗറി ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഫിഗർ വരയ്ക്കുക. എല്ലാവരും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളിന് നെയിം ചെയ്യുക. എ ബി സി എന്ന് നെയിം ചെയ്തു. എന്താ പറഞ്ഞിരിക്കുന്നത്? if a line drawn parallel to one side of a triangle and the other two sides are intersect distinct points, 2 points intersect ചെയ്യുന്നു. പാരലൽ ലൈൻ ആയിരിക്കണം അല്ലേ? one side of a triangle to intersect other two sides in distinct points. DE എന്ന് വെച്ചു ലൈനിനെ, പാരലൽ ടു തേർഡ് സൈഡ് അല്ലേ? Line drawn parallel to one side of a triangle intersect other two sides in distinct point. The other two sides are divided in the same ratio എന്നാണ് ക്രൈറ്റീരിയ. ഫിഗർ വരച്ചു. DE ആണ് പാരലൽ ലൈൻസ്. ദെൻ draw a dotted lines DM perpendicular to AC. DM perpendicular to AC and EN perpendicular to AB. Join DC and BE. വരച്ചു. ഫിഗർ ഇത്രയും കാര്യങ്ങളാണ് ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇൻ എ ട്രയാങ്കിൾ ABC, the line drawn parallel to one side of a triangle intersect the other two sides in distinct points. The other two sides are divided in the same ratio. ABC is a triangle. D and E are the 2 points, intersecting point, side AB and AC. DE is parallel to BC. Then
ഡ്രോ അല്ലെ കൺസ്ട്രക്ട് EN പെർപെൻഡിക്കുലർ ടു സൈഡ് AB, DM പെർപെൻഡിക്കുലർ ടു സൈഡ് AC, ജോയിൻ DC ആൻഡ് ജോയിൻ BE. ഇതാണ് ഇവിടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഗിവൺ. എന്തൊക്കെയാണ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്? ഇൻ ട്രയാങ്കിൾ ABC DE ഈസ് പാരലൽ ടു BC, DE ഈസ് പാരലൽ ടു BC. അതാണ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുക. അത്ര മതി ഗിവണിൽ. DE ഈസ് പാരലൽ ടു BC. ദെൻ അടുത്ത് നമുക്ക് കൺസ്ട്രക്ഷൻ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടല്ലോ. കൺസ്ട്രക്ഷൻ എഴുതുക. കൺസ്ട്രക്ഷനിൽ എന്താ വരേണ്ടത്? EN പെർപെൻഡിക്കുലർ ടു AB. എങ്ങനെയാണ് വരിക? EN പെർപെൻഡിക്കുലർ ടു AB, DM പെർപെൻഡിക്കുലർ ടു AC, ജോയിൻ DC ആൻഡ് BE. ജോയിൻ DCയും BEയും കൂടി ജോയിൻ ചെയ്തു. അത് കൺസ്ട്രക്ഷനിൽ എഴുതി വെച്ചു. ഇതിൻ്റെ അടുത്ത് ടു പ്രൂവ് ചെയ്യേണ്ട സാധനം. ടു പ്രൂവ് ഈക്വൽ ടു എന്താ ഇവിടെ പറയുന്നത്? അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ എന്നാണ് പറയുന്നത് അല്ലേ? AD by DB, AD by DB, ഇതാ AD പീസ് DB, അതർ ടു സൈഡ്സ് AD by DB is equal to AE by EC, AE by EC. Other two sides divided in the same ratio. അപ്പോൾ AD by DB equal AE by EC. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫിഗർ വരച്ചു, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, കൺസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ടു പ്രൂവ് കൊടുത്തു. എന്താ ടു പ്രൂവ്? AD by DB equal AE by EC. ഇത്രയും പണികൾ നടത്തി ആ സ്റ്റേറ്റ്മെൻറ്റും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് തിയറംസ് ആണ് വരെങ്കിൽ ഒരു 1.5 മാർക്കിനായി കഴിഞ്ഞു അല്ലേ? 1.5 മാർക്കിന് നമ്മൾ എഴുതി. സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കണം. അതായത് എന്ത്? ഇഫ് എ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ intersect other two sides in distinct point, the other two sides are divided in the same ratio എന്ന് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ഫിഗർ വരച്ചു, കൺസ്ട്രക്ഷൻ ചെയ്തു, കൺസ്ട്രക്ഷൻ പാർട്ട് എഴുതി വെച്ചു, ടു പ്രൂവ് പാർട്ട് എഴുതി വെച്ചു. ദെൻ നെക്സ്റ്റ് പ്രൂഫിനാണ് ബാക്കി 2 മാർക്ക് അല്ലെങ്കിൽ 2.5 മാർക്ക്. ദെൻ പ്രൂഫാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രൂഫ് പറയുന്നത് കേട്ടിട്ട് എഴുതി വെക്കണം. ബോർഡിൽ സ്പേസ് ഫുള്ളായിട്ട് കിട്ടത്തില്ലെങ്കിലും പറയുന്നത് കേട്ട് എഴുതുക. ഞാൻ ആദ്യം AD by DB ഈ ഭാഗത്തേക്ക് വരുന്ന ട്രയാങ്കിൾസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കൺസിഡർ ട്രയാങ്കിൾ ADE ആൻഡ് AEB, 2 ട്രയാങ്കിൾ എടുത്തു അല്ലേ? കൺസിഡർ ട്രയാങ്കിൾ AED ആൻഡ് BED ആയിക്കോട്ടെ, BED. ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. എഴുതി വെക്കുക എല്ലാവരും. കൺസിഡർ ട്രയാങ്കിൾ AED ആൻഡ് BED, AED ആൻഡ് BED, 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. ദെൻ ഫസ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE. ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE ഈസ് ഈക്വൽ ടു ഹാഫ് BH ആണെന്ന് എല്ലാവർക്കും അറിയാം. ഹാഫ് BH എല്ലാവർക്കും അറിയാം, ഹാഫ് BH. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ആരാണ്? AD. എല്ലാവരും കൂടെ നോക്കൂ. ബേസ് ട്രയാങ്കിൾ ADEയിൽ പെർപെൻഡിക്കുലർ ലൈൻ എവിടേക്കാണോ വരച്ചിരിക്കുന്നത് അതാണ് ബേസ്. കാരണം ഈ സൈഡിലേക്കാണ് നമ്മൾ എടുക്കുന്നത്, അവിടേക്കും ADE വരുന്നുണ്ട്. അത് സെക്കൻഡ് കേസായിട്ട് എടുക്കും. ഹാഫ് ഇൻറ്റു AD ഇൻറ്റു അതിലേക്കുള്ള ഹൈറ്റാണ് ആര്? EN. ഹാഫ് ഇൻറ്റു AD ഇൻറ്റു EN എന്ന് വെച്ചു. ഹാഫ് ഇൻറ്റു AD ഇൻറ്റു EN അവിടെ വെച്ചു. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE ഈസ് ഈക്വൽ ടു BDE ഈസ് ട്രയാങ്കിൾ. അതിൻ്റെയും ഹൈറ്റ് ആരാണ്? EN തന്നെയാണ്. എന്താ ഹൈറ്റ് EN വരാൻ കാരണം? ഹൈറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ടു ബേസ്. ഇപ്പോൾ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഈ ലൈന് ഇത് ചെരിഞ്ഞിരിക്കുന്ന സ്ലാൻഡഡ് ലൈൻ അല്ല, ഹൈറ്റ് എക്സ്റ്റേണൽ പാർട്ടിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് വെർട്ടെക്സ് ടു ബേസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ BDE എന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റും EN ആണ്.
ഏരിയ ബി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഡി അഥവാ ഡി ബി. ബി ഡിക്ക് പകരം ഞാൻ ഡി ബി എന്ന് കൊടുത്തു, റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡി ബി. അതിലേക്കുള്ള ഹൈറ്റ് ആരാണ്? ഇ എൻ. ഹാഫ് ഇൻറ്റു ഡി ബി ഇൻറ്റു ഇ എൻ. അപ്പോൾ ശ്രദ്ധിക്കുക, കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ബി ഡി ഇ എന്ന് പറഞ്ഞാട്ടെ. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ബി ഡി ഇ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ. ഇ എൻ ആണ് അതിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദെൻ ഏരിയ ബി ഡി ഇ പറഞ്ഞാട്ടെ, ഹാഫ് ഇൻറ്റു ഡി ബി ഇൻറ്റു ഇ എൻ, ഡി ബി ഇൻറ്റു ഇ എൻ. അതാണ് ഏരിയ ബി ഡി ഇ. ഇനി ആ രണ്ടിനെയും ഞാൻ റേഷ്യോ എഴുതാം അല്ലേ? റേഷ്യോയിൽ എഴുതാം. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോയിലേക്ക് മാറ്റി എഴുതണം നമ്മൾ. ഏരിയ എ ഡി ഇ ബൈ ഏരിയ ബി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് എ ഡി ഇൻറ്റു ഇ എൻ ബൈ ഹാഫ് ഡി ബി ഇൻറ്റു ഇ എൻ. അങ്ങനെ റിലേഷൻ ഉണ്ടാക്കണം. അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോയിലാണ്. അപ്പോൾ രണ്ട് ഏരിയ ട്രയാങ്കിൾസ് കിട്ടി, റേഷ്യോയിൽ എഴുതി. രണ്ടിനെയും റേഷ്യോയിലേക്ക് എഴുതി. കട്ടാഫ് കട്ടാഫ് കട്ടീയൻ കട്ടീയൻ. അപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്തു. ഏരിയ എ ഡി ഇ ബൈ ഏരിയ ബി ഡി ഈസ് ഈക്വൽ ടു എ ഡി ബൈ ഡി ബി. ഇക്വേഷൻ നമ്പർ 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളുക. നോർമലായിട്ട് നമ്മൾ പറയാം, സിമ്പിളായിട്ട് പറയാണ്. ട്രയാങ്കിൾ എ ബി സി, കൺസിഡർ ദെൻ ട്രയാങ്കിൾ എ ബി സി ഡി ഇ ഈസ് പാരലൽ ടു ബി സി. ഡ്രോ പെർപെൻഡിക്കുലർ ലൈൻ ഇ എൻ ടു എ ബി, ഡി എം ടു എ സി, ജോയിൻ ബി ഇ ആൻഡ് സി ഡി. ദെൻ കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ബി ഡി ഇ. ഏരിയ എ ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ. ദെൻ അടുത്ത ലൈനിൽ ഏരിയ ബി ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ബി. കാരണം റേഷ്യോ റിലേഷൻ നമുക്ക് എ ഡി ബൈ ഡി ബി ആണ്, അതുകൊണ്ടാണ് ഡി ബി എന്ന് എടുത്തത്. ഹാഫ് ഇൻറ്റു ഡി ബി ഇൻറ്റു ഇ എൻ. ദെൻ ദ ഗിവൺ റിലേഷനെ എന്താക്കി? റേഷ്യോസിൽ എഴുതി. ഏരിയ എ ഡി ഇ ബൈ ഏരിയ ബി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് എ ഡി ഇൻറ്റു ഇ എൻ ബൈ ഹാഫ് ഡി ബി ഇൻറ്റു ഇ എൻ. ഈ ഭാഗത്തേക്ക് വരുന്ന ഹൈറ്റ് ഫുള്ള് ആരാണ്? ഇ എൻ ആണ്. അതെന്തുകൊണ്ടാണ് ഇ എൻ ആവാൻ കാരണം? ഹൈറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ടു ബേസ്. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് മാത്രമേ ഹൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാ സ്ലാൻറ്റഡ് ലൈനും ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഇ എൻ ഈസ് ദി ഹൈറ്റ് ആണ്. എ ബിയിലേക്കുള്ള ഹൈറ്റ് ഇ എൻ ആണ്. ദെൻ ഹാഫ് കട്ട് ടി എൻ കട്ട്. ദെൻ ഏരിയ എ ഡി ഇ ബൈ ഏരിയ ബി ഡി ഈസ് ഈക്വൽ ടു എ ഡി ബൈ ഡി ബി. ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ നമ്പർ 1 ക്ലിയർ ആയല്ലോ? അതായത് ഒരു സൈഡിലുള്ള സൈഡ് റേഷ്യോ നമ്മൾ എഴുതി. ഇനി അടുത്ത ആരാ വരേണ്ടത്? എ ഇ ബൈ ഇ സി ആണ് കിട്ടേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ തന്നെ. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ഏതാ ട്രയാങ്കിൾ അടുത്തത്? ഡി ഇ സി. ട്രയാങ്കിൾ ഡി ഇ സി. ഇ സി കിട്ടണം, അതാണ് ഡി ഇ സി എടുത്തത്. ഇവിടെ ഡി ബി കിട്ടണം, അതാണ് ബി ഡി ഇ എടുത്തത്. ഓക്കെ. ദെൻ എ ഡി ഇയിൽ വരുന്നത് ആ സൈഡ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഏരിയ എ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ഡി എം. അതിലേക്കുള്ള ഹൈറ്റ് ആരാണ്? ഡി എം ആണ്. സൈഡ് എ സിയിലേക്കുള്ള ഹൈറ്റ് ആരാണ്? ഡി എം ആണ്. ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ഡി എം. എ ഇ ബേസ്, ഡി എം ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദെൻ ഏരിയ ഡി ഇ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ സി. ഹാഫ് ഇൻറ്റു ഇ സി ഇൻറ്റു അതിലേക്കുള്ള ഹൈറ്റ് ആരാ വരിക? ഡി എം. അതിലേക്കുള്ള ഹൈറ്റാണ് ആര്? ഡി എം. എന്തുകൊണ്ടാണ്? ഡി എം ഈസ് ദി perpendicular distance between
ടോപ്പ് വേർട്ടെക്സ് ടു ബേസ് എ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആര് ഡി എം എന്ന് പറയുന്നത്. ദെർഫോർ ഏരിയ എ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് എ ഇ ഇൻറ്റു ഡി എം, ഏരിയ ഡി ഇ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇ സി ഇൻറ്റു ഡി എം, ഇ സി ഇൻറ്റു ഡി എം. ദെൻ നമുക്ക് എന്ത് കൊടുക്കാം? ഏരിയ എ ഡി ഇ ബൈ ഏരിയ ഡി ഇ സി ഈക്വൽ ടു പ്രപ്പോർഷൻ ആക്കി എഴുതി അല്ലേ, പ്രപ്പോർഷൻ ആക്കി എഴുതി ഹാഫ് എ ഇ ബൈ എ ഇ ഇൻറ്റു ഡി എം, ഹാഫ് എ ഇ ഇൻറ്റു ഡി എം ബൈ ഹാഫ് ഇ സി ഇൻറ്റു ഡി എം. ഫസ്റ്റ് ഏരിയ എ ഡി ഇ ഹാഫ് എ ഇ ഇൻറ്റു ഡി എം ബൈ ഹാഫ് ഡി ഇ ഇൻറ്റു ഹാഫ് ഇ സി ഇൻറ്റു ഡി എം, ഹാഫ് ഇ സി ഇൻറ്റു ഡി എം. കട്ട് ഡി എം ബാക്കി വരുന്നത് ഏരിയ എ ഡി ഇ ബൈ ഏരിയ ഡി ഇ സി ഈക്വൽ ടു എ ഇ ബൈ ഇ സി, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിഗറിന് വളരെ ഇമ്പോർട്ടൻ്റ്, സ്റ്റേറ്റ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ്, കൺസ്ട്രക്ഷന്, പ്രൂഫ് 4 മാർക്കിന് 4 മാർക്കിൻ്റെ ഷുവർ തിയറമായിട്ട് നമുക്കിത് പഠിച്ചു വെക്കാം. അങ്ങനെ എന്ത് വന്നു? ഏരിയ ഈ സൈഡിലേക്കുള്ള 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഇക്വേഷൻ പ്രപ്പോർഷനിലാക്കിയത് ഇക്വേഷൻ നമ്പർ 1, ദാറ്റ് ഈസ് ഏരിയ എ ഡി ഇ ബൈ ഏരിയ ബി ഡി ഇ ഈസ് ഈക്വൽ ടു എ ഡി ബൈ ഡി ബി, ഇക്വേഷൻ നമ്പർ 1. ദെൻ റൈറ്റ് സൈഡിലേക്ക് എ സിയിലേക്ക് വരുന്ന 2 ട്രയാങ്കിൾ എ ഡി ഇ ആൻഡ് ഡി ഇ സി. അവിടെ ഏരിയ കണ്ടുപിടിച്ചു, ഏരിയ എ ഡി ഇ ബൈ ഏരിയ ഡി ഇ സി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 2. ഇവിടെ ഇക്വേഷൻ 1ഉം 2ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ റിലേഷനായിട്ട് നമുക്ക് തിയറം കിട്ടി അല്ലേ, എ ഡി ബൈ ഡി ബി ഈക്വൽ എ ഇ ബൈ ഇ സി കിട്ടി. എങ്ങനെ വെറുതെ നമ്മൾ ഫ്രം ഇക്വേഷൻ 1 and 2 ഈക്വൽ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇനി 1ഉം 2 ഇക്വേഷനെ നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കും എല്ലാവരും. 1ൽ ഏരിയ എ ഡി ഇ ഉണ്ട്, സെക്കൻഡിലും ഏരിയ എ ഡി ഇ ഉണ്ട്. 1ൽ ഡിനോമിനേറ്റർ നോക്കൂ, ഏരിയ ബി ഡി ഇ, സെക്കൻഡിൽ ഡിനോമിനേറ്റർ നോക്കൂ, ഏരിയ ഡി ഇ സി. ബി ഡി ഇ ഡി ഇ സി ഈ 2 ട്രയാങ്കിളിൻ്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റീസ് ഉണ്ടോ? ബി ഡി ഇ ഡി ഇ സി 9th പഠിച്ചില്ലേ, സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഏരിയ, ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഏരിയ. ബി ഡി സെയിം ബേസ് അല്ലേ, നോക്കൂ, ബി ഡി ഇ ഡി ഇ സി കണ്ട 2 ട്രയാങ്കിൾ ഉണ്ടല്ലേ, ബി ഡി ഇ ആൻഡ് ഡി ഇ സി 2 ട്രയാങ്കിൾസ്, ബി ഡി ഇ ആൻഡ് ഡി ഇ സി 2 ട്രയാങ്കിൾസ് കണ്ടില്ലേ, സെയിം ബേസ് ആണ് ആര്? ഡി ഇ. ഡി ഇ പാരലൽ ടു ബി സി ആയതുകൊണ്ട് ഏരിയ ബിറ്റ്വീൻ സെയിം ബേസ് ആൻഡ് സെയിം പാരലൽസ് ബോത്ത് ഏരിയാസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഏരിയ എന്ന് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട് അല്ലേ. സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ 9th ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3rd ഇക്വേഷൻ ആയിട്ട് എന്ത് എഴുതാം? ഏരിയ ബി ഡി ഇ is equal to ഏരിയ ഡി ഇ സി, ഏരിയ ബി ഡി ഇ is equal to ഏരിയ ഡി ഇ സി. ബ്രാക്കറ്റിൽ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ അതിന് റീസൺ എഴുതി വെക്കുക, സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ. റീസൺ എഴുതി വെക്കുക, സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, 1, 2, 3 മൂന്നും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. 1ൽ എ ഡി ഇ, 2ൽ എ ഡി ഇ, 1ൽ ബി ഡി ഇ ഡി ഇ സി. ബി ഡി ഇയും ഡി ഇ സിയും എന്താണ്? സെയിം ആണ്. അതാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. ഫ്രം 1 to 3 വി ഗെറ്റ്, അടുത്ത ലൈനിൽ എഴുതിക്കുക, ഫ്രം 1, 2 and 3 വി ഗെറ്റ് എന്ത് വന്നു? എ ഡി ബൈ ഡി ബി ഈക്വൽ എ ഇ ബൈ ഇ സി. ഹെൻസ് പ്രൂവ്ഡ് എ ഡി ബൈ ഡി ബി ഈക്വൽ എ ഇ ബൈ ഇ സി. കാരണം എന്താ? എ ഡി ഇ ബി ഡിയും സി ഡി ഡി ഇ സി എന്താണ്? ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ടും എൽ എച്ച് എസ് എന്തായി മാറി? ഈക്വലായി. ദെർഫോർ ആർ എച്ച് എസ് ആർ ഓൾവേസ് ഈക്വൽ. അപ്പോൾ എന്ത് വന്നു? എ ഡി ബൈ ഡി ബി is equal to എ ഇ ബൈ ഇ സി.
This criteria, this theorem is called basic proportionality theorem. എന്താണ് ഇതിന് പറയാ? Basic proportionality theorem. If a line is parallel to one side of a triangle, intersect other two sides in distinct points, the other two sides are divided in the same ratio. Other two sides are divided in the same ratio. But then ഞാൻ ഒന്നും കൂടി അതിൻ്റെ പ്രൂഫ് കാണിച്ചു തരികയാണ്. ഒന്നും കൂടി അതിൻ്റെ പ്രൂഫ് പറയാണ്. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, ദെൻ ഡി ആൻഡ് ഇ ആർ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ്. ഡി ആൻഡ് ഇ ആർ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ആൻഡ് ഡി ഇ ഈസ് പാരലൽ ടു ബി സി. ജോയിൻ ബി ഇ ആൻഡ് ഡി സി. ഡ്രോ construct EN perpendicular to AB and DM perpendicular to AC. Then consider triangle ADE and BDE. Area കണ്ടുപിടിച്ചു. Then proportion എഴുതി. Equation number 1 AD by DB. Then right side consider triangle ADE and DEC. Area half BH area കണ്ടു. Proportion എഴുതി. AE by EC. Equation number 2. Then third equation, triangle BDE equal to triangle DEC. And the reason? Same base between same parallel. Triangles are equal. Area equal ആണെന്ന് അറിയാം. Therefore, left side and 1, 2, 3. From equation 1, 2, 3, LHS equal to LHS. Therefore, RHS equal to RHS. AD by DB equal AE by EC. അപ്പോൾ ഈ തിയറത്തിനാണ് നമ്മളെന്ത് പറയുന്നത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഒന്നെല്ലാവരും പറഞ്ഞാട്ടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നെല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ. ഇഫ് എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ്റർസെക്റ്റ് ടു അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്, ദി അതർ ടു സൈഡ്സ് ആർ divided in the same ratio. The other two sides are divided in the same ratio എന്ന് വൃത്തിയായിട്ട് നമ്മൾ എഴുതി വെക്കുക. Parallel to one side of a triangle to intersect, the other two sides are divided in the same intersect to distinct point, the other two sides are divided in the same ratio. അതിൽ ഒരു 2-3 പ്രോബ്ലം ചെയ്യാം. അതാണ് വരുന്നത്. Question 1. In the figure, DE parallel to BC. DE parallel to BC. DE parallel to BC. ഫിഗർ അവർ തന്നിട്ടുണ്ട്. ഫൈൻഡ് EC. EC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുക. ഒരു കറക്റ്റ് ഒരു ഫിഗർ ട്രയാങ്കിൾ വരച്ചാൽ മതി. ABC എന്ന് നെയിം ചെയ്യുക. ഒരു പാരലൽ ലൈന് അവർ പാസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് DE എന്നാണ് അതിനെ പറയുന്നത്. ADയുടെ ലെങ്ത്ത് 1.5 സെൻറ്റിമീറ്റർ. ദെൻ BD ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ. AE 1 സെൻറ്റിമീറ്റർ. EC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഇൻ ദി ഗിവൺ ഫിഗർ DE ഈസ് പാരലൽ ടു BC. DE ആർക്ക് പാരലലാണ്? BCക്ക് പാരലലാണ്. ദെൻ AD ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്റർ. DB ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. AE ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഫൈൻഡ് EC എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നിരിക്കുന്ന സൈഡ്സ് നോക്കുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ഓടിയെത്തണം ഏത് റിലേഷനാണത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ. ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ അല്ലേ, ആൻഡ് അതർ ടു സൈഡ്സ് intersect distinct points, then and other two sides are divided in the same ratio എന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മളിതിൽ പിക്ചറിൽ ഇങ്ങനെ നോക്കുക. ട്രയാങ്കിൾസ് വൺ സൈഡ് ഈസ് പാരലൽ ടു തേർഡ് സൈഡ്, അതർ ടു സൈഡ്സ് ഇൻ്റർസെക്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താക്കാം, ഇതെന്തിൽ കൊടുക്കുക?
പാരലൽ ആവുമ്പോൾ സൈഡ്സ് ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. AD by DB is equal AE by EC. AD by DB is equal AE by EC. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ പാരലൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത് ഇഫ് എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ്റർസെക്റ്റ് അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ BPT നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ പറയാം BPT എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസിങ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം AD by DB is equal to AE by EC. ADയുടെ ലെങ്ത്ത് 1.5, DBയുടെ ലെങ്ത്ത് 3 cm, AE 1 cm, EC unknown, EC എന്ന് എഴുതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ EC into 1.5 equal to 3 into 1, 3. EC equal to 3 divided by 1.5. 3നെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 10. 30 by 15 ദാറ്റ്സ് ഈക്വൽ ടു എത്ര? 2. എത്ര കിട്ടി? 2. അപ്പോൾ ഈ പാർട്ട് എത്ര കിട്ടി? EC എത്ര കിട്ടി? 2 cm. ECയുടെ ലെങ്ത് എത്ര മക്കളെ? 2 cm. അപ്പോൾ ഒരു തിയറത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു 3-4 പ്രോബ്ലംസ് ആണ് നമുക്ക് വരിക. അപ്പോൾ ഒരു തിയറം 4 തിയറം പഠിച്ചാൽ ആ 4 തിയറമാണ് ഈ ചാപ്റ്റർ. അതോടുകൂടി ഈ ചാപ്റ്റർ ഫിനിഷ് ആകുകയാണ്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ DE is parallel to BC. ഫൈൻഡ് AD. AD എന്നാണ് അവിടെ ചോദിച്ചത്. ഒരു ഫിഗർ വരയ്ക്കുക. ABC triangle. DE is parallel to BC. Then AD അറിയത്തില്ല. AE 1.8, DB 7.2 cm, EC 5.4 cm. ഇപ്പോൾ ഇവിടെ 2 കേസിൽ എന്ത് പറയുന്നുണ്ട്? DE is parallel to BC. അപ്പോൾ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പൈത്തഗോറസ് അല്ല, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. തിയറംസ് മാറിപ്പോരുത്. ഫിഗറിനനുസരിച്ചുള്ള തിയറംസ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോബ്ലത്തിനനുസരിച്ചുള്ള തിയറം അപ്ലൈ ചെയ്യാൻ അറിയണം. അപ്പോൾ ആ പ്രോബ്ലത്തിനനുസരിച്ചുള്ള തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താദ്യം നമുക്കറിയണം? തിയറം ബൈ ഹാർട്ട് ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിയറംസ് നമ്മൾ ബൈ ഹാർട്ട് ആക്കിയാൽ ദെൻ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ കാണുമ്പം തന്നെ നമ്മൾ മെമ്മറിയിലേക്ക് ഓടിയെത്തും. ദിസ് തിയറം BPT, അല്ലെങ്കിൽ ദിസ് കോൺവേഴ്സ് BPT, ഓർ ദിസ് പൈതഗോറസ്, ഓർ അല്ലെങ്കിൽ കോൺവേഴ്സ് പൈതഗോറസ്. ദെൻ DE is parallel to BC. AD by DB equal AE by EC. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എഴുതി. AD unknown. DB എത്ര മക്കളെ? 7.2. AE എത്ര? 1.8. EC എത്ര മക്കളെ? 5.4. അഗെയിൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. AD into 5.4 equal to 1.8 into 7.2. AD is equal to 1.8 into 7.2 divided by 5.4. ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽസ് പോക്കാണല്ലോ, അങ്ങനെ ചെയ്യാം അല്ലേ? 2നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 into 72 ഡിവൈഡഡ് ബൈ 5 into 10 വരും. 2 ഡെസിമൽസ് പോക്കാൻ വേണ്ടി മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡെസിമൽസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 5.4ൽ 1 പ്ലേസ് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് വരുന്ന 10 ആണ്. 54 into 10 എന്ന് എഴുതിയത്. ദെൻ 18നെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കട്ട് ചെയ്യാലോ. 3 18s are 54. 3 18s are 54. ദെൻ 72നെ ഡയറക്റ്റ് കട്ട് ചെയ്യാലോ. 24 3s are 72. 72 by 10 എത്രയാണ് മക്കളെ? 2.4 cm. അപ്പോൾ എത്ര കിട്ടി? AD എത്ര കിട്ടി? 2.4 cm. അപ്പോൾ ഒരു BPT പഠിച്ചു, കാൽക്കുലേഷനും കൂടി അതിൽ പഠിക്കണം. ഡയറക്റ്റ് തിയറം ചോദിച്ചാൽ പ്രോബ്ലം ചോദിക്കത്തില്ല, പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ തിയറം ചോദിക്കത്തില്ല. അങ്ങനെ കേസാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ BPT അപ്ലൈ ചെയ്തു. AD by DB equal AE by EC.
AD by 7.2 equal 1.8 by 5.4. Cross multiplication, we get AD is equal to 1.8 into 7.2 by 5.4. അങ്ങനെ all terms അല്ലെങ്കിൽ numerator and denominators multiplying by 100. Then we get 18 into 72 by 54 into 10. ആ 10 എവിടെ നിന്ന് വന്നു? ബാലൻസ് 10 അവിടെ ഉണ്ട്. കാരണം 5.4ൽ ഒരു ഡെസിമൽ പോക്കാൻ വേണ്ടി നമുക്ക് 10 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഒരു 10 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കട്ട് ചെയ്താൽ 2.4. അപ്പോൾ അവിടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ പ്രോബ്ലംസ് ആണ്. അടുത്ത തിയറം 2 എന്ന് പറഞ്ഞിട്ട് എഴുതുക. തിയറം 2 കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് എഴുതുക. കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് എഴുതുക. കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് എഴുതുക. അടുത്ത തിയറം 2 എഴുതുക. കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. If a line divides any two sides of a triangle, if a line divides any two sides of a triangle in the same ratio, if a line divides any two sides of a triangle in the same ratio, then the line is parallel to the third side. Then the line is parallel to the third side. സെക്കൻഡ് തിയറത്തിലേക്ക് നമ്മൾ കടന്നു. ഫസ്റ്റ് തിയറത്തിലെ 2 പ്രോബ്ലം നമ്മൾ ചെയ്തു, തിയറം ചെയ്തു, 2 പ്രോബ്ലം ചെയ്തു. ഇനി സെക്കൻഡ് തിയറമാണ്. സെക്കൻഡ് തിയറം ഏതാണ്? കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇഫ് a line divides any two sides of a triangle in the same ratio, then the line is parallel to the third side. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചർ വരയ്ക്കുക എല്ലാവരും. 2 സൈഡിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ, ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈന് സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എങ്കിൽ ആ ലൈന് തേർഡ് സൈഡിന് പാരലൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പാരലൽ ടു ദി തേർഡ് സൈഡ്. ദെൻ പാരലൽ ടു ദി തേർഡ് സൈഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫിഗർ വരച്ചു നോക്കുക എല്ലാവരും. തിയറത്തിൻ്റെ പേരെന്താണ്? കോൺവേഴ്സ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇഫ് എ ലൈൻ divided in the same ratio, if a line divided in the same ratio, if a line divides any two sides of a triangle in the same ratio, the AD by DB equal to AE by EC. ഏതൊരു 2 സൈഡിനെയും if a line divided any two sides of a triangle in the same ratio, ഏതെങ്കിലും 2 സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നു സെയിം റേഷ്യോയിൽ, then lines is parallel to third side. ആ ലൈന് DE എന്ന ലൈന് തേർഡ് സൈഡിന് പാരലൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ AD by DB is equal to AE by EC ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഫിഗർ എല്ലാവരും വരച്ചല്ലോ, എന്നിട്ട് ഗിവൺ എന്ന് എഴുതുക. ഗിവൺ AD by DB is equal AE by EC ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. AD by DB equal AE by EC divided in the same ratio. അവർ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി വെച്ചു. ഇൻ ട്രയാങ്കിൾ ABC AD by DB is equal to AE by EC അങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. ഇൻ ട്രയാങ്കിൾ ABC AD by DB equal AE by EC അത് ഗിവൺ ആണ്. ദെൻ സെക്കൻഡ് കേസിൽ കൺസ്ട്രക്ഷൻ നടത്തുക. കൺസ്ട്രക്ഷൻ എഴുതുക. കൺസ്ട്രക്ഷൻ ഇവിടെ കണ്ട ഞാൻ ലൈൻ ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ടില്ലേ. ഇ ഡാഷ് എന്ന ലൈനിന് പറയുക ഇ ഡാഷ്. നമ്മൾ ഓൾറെഡി DE ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ തിയറത്തിലുള്ളതാണ്. DE ഡാഷ് കൺസ്ട്രക്റ്റഡ് ലൈനാണ്. അടിയിൽ എഴുതി വെക്കുക. കൺസ്ട്രക്റ്റ് ദി ലൈൻ DE ഡാഷ് പാരലൽ ടു BC. കൺസ്ട്രക്ട് ദി ലൈൻ DE ഡാഷ് ഈസ് പാരലൽ ടു BC. BCക്ക് പാരലായിട്ട് DE ഡാഷ് എന്നൊരു ലൈന് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. കൺസ്ട്രക്ഷൻ എഴുതേണ്ട എന്താണ്? ലൈൻ DE ഡാഷ് ഈസ് പാരലൽ ടു BC. ബേസിന് പാരലായിട്ട് വരച്ചു.
ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുകൂടി പറയുന്നു. ഇൻ ട്രയാങ്കിൾ എ ബി സി എ ഡി ബൈ ഡി ബി ഈക്വൽ എ ഇ ബൈ ഇ സി. അതാണ് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ കൺസ്ട്രക്ഷൻ എന്താണ് മക്കളെ? ഡി ഇ ഡാഷ് പാരലൽ ടു ബി സി. ഡി ഇ ഡാഷ് പാരലൽ ടു ബി സി അതും എഴുതി വെച്ചു. ടു പ്രൂവ് അടുത്ത ടു പ്രൂവ് ആണ്. എന്താ ടു പ്രൂവ്? ഡി ഇ പാരലൽ ടു ബി സി. എന്താ ടു പ്രൂവ് എന്താണ്? ഡി ഇ പാരലൽ ടു ബി സി. ഡി ഇ എന്ന ലൈന് ബേസിന് പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കും എല്ലാവരും. ഞാൻ എഴുതാൻ പോവുകയാണ്. പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. എ ഡി ബൈ ഡി ബി സീക്വൽ എ ഇ ബൈ ഇ സി ഇക്വേഷൻ നമ്പർ 1. അതിൻ്റെ റീസൺ എന്ത് എഴുതി വെക്കുക? ബ്രാക്കറ്റിൽ ഗിവൺ അല്ലേ? അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്? two sides are divided in the same ratio എന്ന് പറയുന്നുണ്ട്. That line is parallel to third side എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡി ബൈ ഡി ബി ഈക്വൽ എ ഇ ബൈ ഇ സി ഗിവൺ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഗിവൺ ഇക്വേഷൻ നമ്പർ 1. ദെൻ നെക്സ്റ്റ് ഒരു കൺസ്ട്രക്റ്റഡ് ലൈൻ ഉണ്ടല്ലോ മക്കളെ. ദാ ഡി ഇ ഡാഷ് പാരലൽ ടു ബി സി അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി ഇക്വേഷൻ നമ്പർ 2 ബി പി ടി ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞു അല്ലേ? ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞു. നോക്കൂ, വെറുതെ പറഞ്ഞാണോ? അല്ല, ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞാൽ അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് അല്ലേ? എന്താണ്? ഡി ഇ ഡാഷ് പാരലൽ ടു ബി സി ആണ്. ബി സിക്ക് പാരലൽ ആണെന്ന് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാം? ബി പി ടി ഡി എ ഡി ബൈ ഡി ബി സീക്വൽ എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നോക്കി എല്ലാവരും നോക്കി. ഇക്വേഷൻ 1 and 2ൻ്റെ പ്രത്യേകത എന്താ? എ ഡി ബൈ ഡി ബി ലെഫ്റ്റ് സൈഡ്, എ ഡി ബൈ ഡി ബി ലെഫ്റ്റ് സൈഡ്. ഇക്വേഷൻ 1ൽ എ ഡി ബൈ ഡി ബി, സെക്കൻഡിലും എ ഡി ബൈ ഡി ബി അല്ലേ? ഫസ്റ്റിൽ എ ഇ ബൈ ഇ സി, സെക്കൻഡിൽ എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. രണ്ടിലും ഞാൻ എന്ത് എഴുതാൻ പറ്റും? എനിക്ക് ഇക്വേഷൻ 1 and 2 എൽ എച്ച് എസ് ആർ ഈക്വൽ. ദെർഫോർ ആർ എച്ച് എസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആർ എച്ച് എസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ എഴുതാൻ പോവുകയാണേ. ഇവിടെ മായിച്ചിട്ട് ഞാൻ അവിടെ എഴുതാം. From 1 and 2, equation 1 and 2, AE by EC equal to AE by EC equal to AE dash by E dash C. AE dash by E dash C എന്ന് എഴുതി വെച്ചു അല്ലേ? AE dash by E dash C എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ നോക്കൂ, എല്ലാവരും നോക്കൂ. എ ഇ ബൈ ഇ സി ഈക്വൽ ടു എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി എന്ന് എഴുതി വെച്ചു. ഇത് ഫ്രം ഇക്വേഷൻ 1 and 2. 1ഉം 2 എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആഡിങ് 1 ചെയ്യാൻ പോവുകയാണ്. ബോത്ത് സൈഡ് ആഡിങ് 1 ബോത്ത് സൈഡ്. 1 പ്ലസ് എ ഇ ബൈ ഇ സി ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. ആഡിങ് 1 ബോത്ത് സൈഡ്, രണ്ട് സൈഡും ആഡ് ചെയ്തു. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. 1 ഇൻറ്റു ഇ സി, ഇ സി പ്ലസ് എ ഇ ബൈ ഇ സി പ്ലസ് എ ഇ ബൈ ഇ സി ഈക്വൽ ടു ഇ ഡാഷ് സി പ്ലസ് എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി എന്ന് കൊടുത്തു. ഇ ഡാഷ് സി എന്ന് കൊടുത്തു. ഇ സി പ്ലസ് എ ഇ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 1 ഇൻറ്റു ഇ സി പ്ലസ് എ ഇ ബൈ ഡിനോമിനേറ്റർ ഇ സി തന്നെ. റൈറ്റിൽ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഇ ഡാഷ് സി പ്ലസ് എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. ആഡിങ് 1 ബോത്ത് സൈഡ്. ഇ സി എ ഇ ആഡ് ചെയ്താൽ എന്താ വരുന്നത് മക്കളെ? ഇ സി ഇവിടം വരെ, എ ഇ ആഡ് ചെയ്താൽ എന്താ വരിക? ഫുള്ളായിട്ട് വരും, എ സി എന്ന് വരും. എ സി ബൈ ഇ സി ഈക്വൽ ടു ഇ ഡാഷ് സിയും എ ഇ ഡാഷും കൂടി ആഡ് ചെയ്താൽ എന്താ നോക്കൂ? ഇ ഡാഷ് സി പ്ലസ് എ ഇ ഡാഷ്, അതും എന്താ വരുന്നത്? എ സി. ഇ ഡാഷ് സി. അപ്പോൾ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആയിട്ട് മാറിയല്ലോ. രണ്ടിനും ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കും? ഈക്വൽ അല്ലേ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം.
3/5 ഈക്വൽ ആയിട്ട് വരുന്നത് 3 ന്യൂമറേറ്റർ രണ്ട് ഈക്വൽ ആക്കി. ഏതാ 3/5 ഈക്വൽ ആയിട്ട് 3ൽ വരുന്ന ന്യൂമറേറ്ററിൽ വരുമ്പോൾ ഡിനോമിനേറ്റർ എന്താ വരിക? 5 തന്നെ. 3/5 ഈക്വൽ ടു 3/5. അപ്പോൾ AC/EC ഈക്വൽ ടു AC/E' C എന്ന് പറഞ്ഞാൽ AC ന്യൂമറേറ്റേഴ്സ് ആർ ഈക്വൽ, therefore denominators are equal. EC ഈക്വൽ ടു E'(C). EC എന്ന ലൈന് ഇതാ, EC എന്ന ലൈനും E'(C) എന്ന ലൈനും ഒരൊറ്റ ലൈനാണ്, കോയിൻസൈഡ് ലൈൻ. ദി പോയിന്റ് E ആൻഡ് E' ആർ കോയിൻസൈഡ്. ഇയും E' കോയിൻസൈഡ് പോയിന്റ് ആണെന്ന് മനസ്സിലായി ഇതിൽ നിന്ന്. കാരണം എന്താ? ECയും E'(C)യും സെയിം ആണെന്ന് പറഞ്ഞു. ECയുടെ ലെങ്ത് ആണെങ്കിൽ അത് തന്നെയാണ് E'(C). അങ്ങനെയാണെങ്കിൽ E ആൻഡ് E' ആരാണ്? കോയിൻസൈഡ് പോയിന്റ്. E ആൻഡ് E' ആർ കോയിൻസൈഡ് പോയിന്റ്. Therefore DE is parallel to BC. DE is parallel to BC. ഇത് പാരലൽ ആണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ ലോജിക്ക് മാത്രമേ BPTയിൽ അപ്ലൈ ചെയ്യാനുള്ളൂ, കൂടുതൽ ലോജിക്ക് ഒന്നുമില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക എല്ലാവരും. ഇൻ ട്രയാങ്കിൾ ABC അല്ലേ, two sides of any triangle, two sides divided in the same ratio, then line divided in the two sides of a triangle in the same ratio, and the other two sides are divided then that line is parallel to third side എന്നൊക്കെയാണ് തിയറം. നിങ്ങൾ ഓൺവേർഡ്സ് ചെയ്താൽ മതി. അപ്പോൾ AD/DB AE/EC അവർ തന്നിട്ടുണ്ട് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്? ഇൻ ട്രയാങ്കിൾ ABC AD/DB is equal AE/EC ഗിവൺ എന്ന് എഴുതി വെക്കണം. ദെൻ കൺസ്ട്രക്ഷൻ, എന്താ കൺസ്ട്രക്ഷൻ ചെയ്തത് മക്കളെ? DE' പാരലൽ ടു BC. BCക്ക് പാരലായി DE' എന്ന ലൈന് കൺസ്ട്രക്റ്റ് ചെയ്തു, അതും എഴുതി വെച്ചു അല്ലേ. ഇനി ടു പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? DE ഈസ് പാരലൽ ടു BC. DE BCക്ക് പാരലാണ് എന്ന് ടു പ്രൂവ് ചെയ്യണം, അതായത് പ്രൂവ് ചെയ്യണം എന്നേ വ്യത്യാസമുള്ളൂ. ഇനി നമ്മൾ പ്രൂഫാണ് കിടക്കുന്നത്. AD/DB is equal to AE/EC ഇക്വേഷൻ നമ്പർ 1 ഗിവൺ അവർ തന്നിട്ടുണ്ട്, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് DE' പാരലൽ ടു BC ആയതിനാൽ AD/DB is equal to AE'/E'(C ഇക്വേഷൻ നമ്പർ 2 എന്താ കൊടുത്തു? BPT. എന്താ BPT കൊടുക്കാൻ കാരണം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, പാരലൽ ആയതുകൊണ്ട് BPT അപ്ലൈ ചെയ്യാം. Therefore then LHS are equal, RHS are always equal. RHS ഈക്വൽ ആക്കി എഴുതി. AE/EC ഈക്വൽ ടു AE'/E'(C. ദെൻ നമുക്ക് എന്ത് ചെയ്തു? ആഡിങ് വൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്, ആഡിങ് വൺ ബോത്ത് സൈഡ് ചെയ്തു. അങ്ങനെ ഈക്വൽ ആക്കിയതിന് ശേഷം RHS ഈക്വൽ ആക്കിയതിന് ശേഷം ആഡിങ് വൺ ബോത്ത് സൈഡ്, ലെഫ്റ്റും റൈറ്റും 1 ആഡ് ചെയ്തു. 1 plus AE/EC equal to 1 plus AE'/E'(C. Cross multiplication 1 into EC plus 1 into AE/EC equal to 1 into E'(C plus 1 into AE'/E'(C. EC AE ആഡ് ചെയ്താൽ എന്താ വരിക? ECയും Aയും ആഡ് ചെയ്താൽ AC. E'(C)യും E'(ഉം കൂടി ആഡ് ചെയ്താൽ എന്താ വരുന്നത്? AC. ഇതാ ഈ കഷ്ണവും ഇതും ആഡ് ചെയ്താൽ AC, ഇതും ആഡ് ചെയ്താൽ AC. അപ്പം ന്യൂമറേറ്റേഴ്സ് LHS RHSൽ ന്യൂമറേറ്റേഴ്സ് ആർ ഈക്വൽ, therefore denominators are also equal, always equal. Then EC equal to E'(C). E and E' are coincide point. ഇയും E' എന്താണ്? കോയിൻസൈഡ് പോയിന്റ് ആണ്. അങ്ങനെ കോയിൻസൈഡ് പോയിന്റ് ആണെങ്കിൽ DE ഈസ് പാരലൽ ടു BC. DE എന്ന ലൈൻ ആർക്ക് പാരലായിട്ട് മാറി? BCക്ക് പാരലായിട്ട് മാറി. എന്തുകൊണ്ട്? നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് DE' പാരലൽ ടു BC എന്ന്. അപ്പോൾ വളരെ സിമ്പിൾ ലോജിക്കാണ്. BPTയിൽ പറയുന്നത് പാരലൽ ലൈൻസ് ആണെങ്കിൽ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. കോൺവേഴ്സ് BPTയിൽ പറയുന്നത് ലൈൻസ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ, ദെൻ ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു തേർഡ് സൈഡ്. കോൺവേഴ്സിൽ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ BPTയിൽ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ എന്ന് പ്രൂവ് ചെയ്യാൻ മാറിപ്പോരുത്.
അപ്പോൾ BPT ബൈ ഹാർട്ട് പഠിക്കണം, കോൺവേഴ്സ് BPT ബൈ ഹാർട്ട് പഠിക്കണം. അതിലെ പ്രോബ്ലംസാണ് ഒരു ഘട്ടം കഴിയുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് 2 തിയറംസേ ഉള്ളൂ, പിന്നെ സിമിലാരിറ്റിയും 2 തിയറംസ് മാത്രമേ ഉള്ളൂ, 3 ടോപ്പിക്കേ പിന്നെ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, BPT എന്താണെന്ന് പഠിച്ചു, കോൺവേഴ്സ് BPT പഠിച്ചു, BPT യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തു. ഇനി കോൺവേഴ്സിൽ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. കോൺവേഴ്സിലെ ഒരു പ്രോബ്ലം എഴുതുക. കോൺവേഴ്സിലെ ഒരു പ്രോബ്ലം എഴുതുക. അതിനുശേഷം നമുക്കൊരു കൊറോളറി ചെയ്യാനുണ്ട്. E and F are points on the sides PQ and PR. E and F are points on the sides PQ and PR respectively of a triangle PQR. Full stop. For each of the following cases, state whether EF parallel QR. State whether EF parallel to QR. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. E and F are PQR ആണ് ട്രയാങ്കിൾ. ഇയും എഫും അവിടെ എന്താണ്, ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണ്. പോയിൻറ്റ്സ് ഓൺ ദി സൈഡ് PQ ആൻഡ് PR കാണിച്ചിട്ടുണ്ട്. PEയുടെ ലെങ്ത്ത് 3.9, EQവിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ, ഒക്കെ സെൻറ്റിമീറ്റർ ആണേ മക്കളെ. PFൻ്റെ ലെങ്ത്ത് 3.6 സെൻറ്റിമീറ്റർ. FRൻ്റെ ലെങ്ത്ത് 2.4 സെൻറ്റിമീറ്റർ. FR 2.4 സെൻറ്റിമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ചെക്ക് വെദർ അല്ലെങ്കിൽ എന്താ ചെയ്താൽ സ്റ്റേറ്റ് വെദർ EF പാരലൽ ടു QR. EF എന്ന് പറയുന്ന ലൈന് QRന് പാരലൽ ആണെന്ന് സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ നേരത്തെ ഇതുവരെ പഠിച്ചെന്തായിരുന്നു, പ്രപ്പോർഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. പാരലാന്ന് അവർ പറയും, മിസ്സിങ് സൈഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ പാരൽസ് ആണെങ്കിൽ നമ്മൾ വേഗം അപ്ലൈ ചെയ്യും. BPT AB ബൈ BPT അപ്ലൈ ചെയ്യുക. നമ്മൾ AB ബൈ DB is equal to AE ബൈ EC BPT വേഗം അപ്ലൈ ചെയ്തിട്ട് അത് മിസ്സിങ് സൈഡ് കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറഞ്ഞത്, EF പാരലൽ ടു QR ആണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ. ഞാൻ ആദ്യം എന്ത് ചെയ്തു, സൈഡ്സ് പ്രപ്പോർഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. PE ബൈ EQ കണ്ടുപിടിക്കുക. PE ബൈ EQ. PE എത്രയാ മക്കളെ, 3.9. EQ എത്രയാ മക്കളെ, 3. PE ബൈ EQ ഈക്വൽ ടു രണ്ടിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10/10 വരുമ്പോൾ 39/30. 3 കൊണ്ട് കട്ട് ചെയ്തു 13/10. PE ബൈ EQ കിട്ടുന്നത് 13/10. ദെൻ ലെഫ്റ്റ് സൈഡിലെ സൈഡ് എഴുതി പ്രപ്പോർഷനിലാക്കി വെച്ചു, സൈഡ് എഴുതി വെച്ചു, അതിനെ റേഷ്യോയിൽ എഴുതി. PE ബൈ EQ is equal to 3.9/3. മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 10. 39/30 സിംപ്ലിഫൈ ചെയ്താൽ 13/10. ദെൻ അടുത്തത് PF ബൈ FR. PF ബൈ FR ആണ് 3.6/2.4. ബോത്ത് മൾട്ടിപ്ലൈയിങ് 10/10. 36/2.24. ദെൻ ഡിവൈഡഡ് 2 എടുത്തു കഴിഞ്ഞാൽ 18. 2 കൊണ്ട് ചെയ്താൽ 18, 2 കൊണ്ട് ചെയ്താൽ 12. ദെൻ 6 കൊണ്ട് ചെയ്താൽ 3, 6 കൊണ്ട് ചെയ്താൽ 2, 3/2. 6 കൊണ്ട് ചെയ്താൽ 3/2. ആ പ്രോബ്ലം PE ബൈ 3 സെൻറ്റിമീറ്റർ EQ. ദെൻ PF 3.6, 2.4 ഡിവൈഡ് ചെയ്തു, 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, ഡെസിമൽസ് ക്യാൻസലാക്കി. ദെൻ 18/12. 18/12 വീണ്ടും അഗെയിൻ സിംപ്ലിഫിക്കേഷൻ, ദാറ്റ്സ് ഈക്വൽ ടു 3/2. സൈഡ്സ് പ്രപ്പോർഷനിലാണോ? PE ബൈ EQ കിട്ടുന്നത് 1.3, അതായത് 13/10. PF ബൈ FR കിട്ടുന്നത് 3/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സൈഡ്സ് ആർ നോട്ട് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ PE ബൈ EQ നോട്ട് ഈക്വൽ ടു PF ബൈ FR.
Therefore, EF is not parallel to QR. EF ആർക്ക് പാരലൽ അല്ല? QR-ന് പാരലൽ അല്ല, പ്രപ്പോർഷനിലല്ല. അപ്പോൾ എന്തല്ല? പാരലൽ അല്ല. പ്രപ്പോർഷൻ ആണെങ്കിൽ മാത്രമേ മക്കളെ പാരലൽ ആവുള്ളൂ, അല്ലാഞ്ഞാൽ പാരലൽ ആവത്തില്ല. ഇനി സെക്കൻഡ് കേസ് ഒരു പ്രോബ്ലം കൂടി അതിലുണ്ട്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. PQR, EF മാർക്ക് ചെയ്തു, EF മാർക്ക് ചെയ്തു. PE എത്രയാണ്? 3.9. PE 3.9. സോറി 3.9 അല്ല, 4. നേരത്തെ പ്രോബ്ലമാണ് 3.9 ചെയ്തത്, 4. QE 4.5. QE 4.5. PF 8. ഓക്കെ, PF 8. FR 9. RF 9 കിട്ടുന്നുണ്ട്. ദെൻ ഇതും അതേപോലെ EF പാരലൽ ടു QR ആണോ ചെക്ക് ചെയ്യണം. PE/EQ 4/4.5. 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 40/45. 5 കൊണ്ട് ചെയ്താൽ 8, 5 കൊണ്ട് ചെയ്താൽ 9. 8/9 കിട്ടി ലെഫ്റ്റ് സൈഡ്. PE/EQ 8/9. ദെൻ PF/FR അത് ഓൾറെഡി 8/9. അപ്പോൾ രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ അടിയിൽ നമുക്ക് എന്ത് ചെയ്തേക്കാം? PE/EQ ഈക്വൽ PF/FR. Sides are divided in the same ratio using converse BPT. EF parallel to QR. Sides are divided in the same ratio. The line is parallel to third side എന്നല്ലേ converse BPT പറയുന്നത്. അപ്പോൾ ഇവിടെ sides are divided into 8/9, 8/9. Therefore, using converse BPT, EF parallel to QR. EF parallel to QR. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് സൈഡ്സ് പ്രപ്പോർഷനിലാണെങ്കിൽ നമുക്കെന്ത് പറയാം? ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെയിം റേഷ്യോയിലാണെങ്കിൽ, സെയിം പ്രപ്പോർഷനിലാണെങ്കിൽ നമുക്കെന്ന് പറയാം BPT, കോൺവേഴ്സ് BPT പ്രകാരം പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. പാരലൽ ആണെങ്കിൽ മിസ്സിങ് സൈഡ്സ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ രണ്ട് തിയറമാണ്. ഫസ്റ്റ് തിയറം BPT ആൻഡ് സെക്കൻഡ് തിയറം വരുന്നത് എന്താണ്? സെക്കൻഡ് തിയറം വരുന്നത് കോൺവേഴ്സ് BPT. ആ രണ്ട് തിയറം ബൈ ഹാർട്ടാക്കുക, രണ്ട് പ്രൂഫ് ബൈ ഹാർട്ടാക്കുക. രണ്ടിലും വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യുക. നമുക്കെന്ത് ചെയ്യുക? അടുത്ത സെറ്റിൽ കുറച്ച് പ്രോബ്ലംസും കൂടി ഇതുമായി റിലേറ്റഡ് ചെയ്തുള്ള പ്രോബ്ലംസും കൂടി പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.